ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം. 2026 ഫെബ്രുവരി മാസം 3-ാം തീയതി രാത്രി 9:52 ബുധൻ കുംഭൻ രാശിയിലേക്ക് സംക്രമിക്കുകയാണ്. ഏപ്രിൽ മാസം 11-ാം തീയതി വരെ ഈ ബുധൻ കുംഭൻ രാശിയിൽ സ്ഥിതി ചെയ്യും. ഏതാണ്ട് 67 ദിവസക്കാലം കുംഭൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ബുധൻ പല നക്ഷത്രത്തിൽ ജനിച്ചവർക്കും ധാരാളം ഗുണഫലങ്ങൾ നൽകുന്നതാണ്. വിദ്യ, വിവേകം, വാക്ക്, കർമ്മം, സുഹൃത്തുക്കള്, ബന്ധുക്കള് മുതലായതൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ബുധനെ കൊണ്ടാണ്. ബുധന്റെ കുംഭൻ രാശിയിലെ സ്ഥിതി മൂലം ഗുണഫലങ്ങൾ അനുഭവപ്പെടുന്ന നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ആദ്യമായി മേടക്കൂർ. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ ഉൾപ്പെടുന്നത്. ഈ കൂറുകാരുടെ 11-ാം ഭാവത്തിലാണ് ബുധൻ സ്ഥിതി ചെയ്യുന്നത്. 11-ാം ഭാവം ലാഭസ്ഥാനമാണ്. ജീവിതത്തിൽ അനുഭവപ്പെടുന്ന എല്ലാവിധ നേട്ടങ്ങളെയും നമ്മൾ ചിന്തിക്കുന്നത് 11-ാം ഭാവം കൊണ്ടാണ്. സാമ്പത്തികമായ നേട്ടം മാത്രമല്ല, മറ്റ് ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങളെയും 11-ാം ഭാവം കൊണ്ട് ചിന്തിക്കും. ബഹുവിധത്തിലുള്ള സാമ്പത്തിക നേട്ടമാണ് 11-ാം ഭാവത്തിലെ ബുധൻ മേടക്കൂറുകാർക്ക് നൽകുന്നത്. കൃഷിയിൽ നിന്നും, കച്ചവടത്തിൽ നിന്നും, വ്യവസായത്തിൽ നിന്നും, ബിസിനസ്സിൽ നിന്നും, അതുപോലെ പലിശ ഇനത്തിൽ പണം ലഭിക്കാനുള്ളവർക്ക് ആ രീതിയിലും നിക്ഷേപത്തിലും ഒക്കെ സാമ്പത്തികമായ നേട്ടം കൂടുതലായി അനുഭവപ്പെടും. കടം കൊടുത്ത സംഖ്യ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഉടൻ തന്നെ ഈ കൂറിൽപ്പെട്ടവർക്ക് തിരികെ ലഭിക്കും. എല്ലാ രംഗത്തു നിന്നും സാമ്പത്തികമായ ലാഭം പ്രതീക്ഷിക്കാം. എല്ലാ കാര്യങ്ങളിലും വിജയം ഈ ബുധൻ മേടക്കൂറുകാർക്ക് നൽകുന്നതാണ്. വളരെക്കാലമായി ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ ഇവർക്ക് കഴിയുന്നതാണ്. എല്ലാം കൊണ്ടും ജീവിതത്തിൽ സൗഖ്യം ഇവർക്ക് അനുഭവപ്പെടും. മനോഹരമായ സംസാരം മൂലം ജീവിതത്തിൽ പല നേട്ടങ്ങളും ഇവർക്ക് ഉണ്ടാകുന്നതാണ്. മറ്റുള്ളവരെ ആകർഷിക്കുവാനും പ്രീതിപ്പെടുത്തുവാനും ഇവർക്ക് കഴിയും. ഇത് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അതുപോലെ ഭാര്യ, സന്താനം ഇവരുമായിട്ട് അകന്നു കഴിയാൻ ഇടവന്നിട്ടുള്ള ഈ കൂറിൽപ്പെട്ടവർക്ക് അവരുമായി സംസർഗം ചെയ്യുവാനുള്ള അവസരം ഉണ്ടാകും. എല്ലാം കൊണ്ടും വളരെ ഗുണകരമായ അനുഭവങ്ങളാണ് ഈ കൂറുകാർക്ക് 11-ാം ഭാവത്തിലെ ബുധൻ നൽകുന്നത്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വിശാഖത്തിന്റെ അവസാനത്തെ പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ ഉൾപ്പെടുന്നത്. ഈ കൂറുകാരുടെ 4-ാം ഭാവത്തിലാണ് ബുധൻ സ്ഥിതി ചെയ്യുന്നത്. 4-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുധൻ ധാരാളം അനുഗ്രഹങ്ങൾ ഇവർക്ക് ചൊരിയുന്നതാണ്. അധികാരികളിൽ നിന്നും മറ്റും പ്രതികൂലമായ ഉത്തരവുകൾ വന്ന് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് അതിനെല്ലാം ഒരു പരിഹാരം ഉടൻ തന്നെ ഉണ്ടാകുന്നതാണ്. അതുപോലെ ശത്രുക്കളിൽ നിന്നും ഉപദ്രവം അനുഭവപ്പെട്ട ഈ കൂറുകാർക്ക് ശത്രുദോഷം തീരെ ഇല്ലാതാകും. വിവിധ രംഗത്തു നിന്നും അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടം ഇവർക്ക് കൈവരും. അതുപോലെ ഈ കൂറിൽപ്പെട്ടവരുടെ സുഹൃത്തുക്കൾക്ക് വലിയ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. സുഹൃത്തുക്കൾക്കുണ്ടാകുന്ന അഭിവൃദ്ധി മൂലം ഇവർക്ക് ധാരാളം സഹായങ്ങൾ ലഭിക്കും. കുടുംബത്തിൽ പൊതുവെ വലിയ അഭിവൃദ്ധി അനുഭവപ്പെടും. കുടുംബാംഗങ്ങൾ തമ്മിൽ കൂടുതൽ സഹകരണവും പരസ്പര ധാരണയും ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ ആഗ്രഹിക്കുന്നതൊക്കെ നടത്തുവാൻ ഈ കൂറുകാർക്ക് സാധിക്കും. പല മംഗളകർമ്മങ്ങളും കുടുംബത്തിൽ നടക്കുവാൻ സാധ്യതയുണ്ട്. വീട് പണിയുവാൻ ആഗ്രഹിക്കുന്നവർക്കും വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ അനുകൂലമായ സമയമാണ്. അടുത്തത് ഇടവക്കൂറാണ്. കാർത്തികയുടെ അവസാനത്തെ 3 പാദങ്ങളും രോഹിണിയും മകരത്തിന്റെ ആദ്യത്തെ 2 പാദങ്ങളുമാണ് ഈ കൂറിൽ ഉൾപ്പെടുന്നത്. ഇവരുടെ 10-ാം ഭാവത്തിലാണ് ബുധൻ സ്ഥിതി ചെയ്യുന്നത്. 10-ാം ഭാവം കർമ്മഭാവമാണ്. കർമ്മരംഗത്ത് അപ്രതീക്ഷിതമായ പുരോഗതി ഇവർക്ക് പ്രതീക്ഷിക്കാം. മെച്ചപ്പെട്ട ഒരു ജോലി ഇവർക്ക് ഉണ്ടാകുന്നതാണ്. കർമ്മരംഗത്ത് അനുഭവപ്പെട്ടിരുന്ന അസ്വസ്ഥതകളൊക്കെ വേഗം പരിഹരിക്കും.
മനസ്സമാധാനത്തോടെ ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. ജോലിയിൽ നിന്നും മെച്ചപ്പെട്ട വരുമാനം പ്രതീക്ഷിക്കാം. രോഗദുരിതങ്ങൾ വന്ന് ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് അതിൽ നിന്നും വേഗം മോചനം ഉണ്ടാവുകയും മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതി കൈവരുന്നതുമാണ്. അതുപോലെ അന്യലിംഗത്തിൽപ്പെട്ടവരുമായി ചേർന്ന് രമിക്കുന്നതിനുള്ള അവസരവും ഇവർക്ക് വന്നുചേർന്നേക്കാം. സർവ്വവിധത്തിലുമുള്ള സൗഖ്യം ഈ കൂറുകാർക്ക് ബുധന്റെ 10ാം ഭാവത്തിലെ സ്ഥിതി മൂലം ഉണ്ടാകുന്നതാണ്. അടുത്തത് കന്നിക്കൂറാണ്. ഉത്രത്തിന്റെ അവസാനത്തെ 3 പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 2 പാദങ്ങളും ചേരുന്നതാണ് ഈ കൂറ്. ഈ കൂറുകാരുടെ 6ാം ഭാവത്തിലാണ് ബുധൻ സ്ഥിതി ചെയ്യുന്നത്. ഈ കൂറിൽപ്പെട്ട ചിലര് കുടുംബത്തിൽ അനുഭവപ്പെട്ടിരുന്ന പ്രയാസങ്ങൾ വേഗം ഇല്ലാതാവും. ഭാര്യയുമായോ സന്താനങ്ങളുമായോ ഒക്കെ അഭിപ്രായ വ്യത്യാസത്തിൽ ആയിരുന്ന ഈ കൂറുകാർക്ക് അതൊക്കെ പരിഹരിച്ച് സമാധാനപരമായ ഒരു കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കും. ആഗ്രഹിക്കുന്ന എല്ലാ കാര്യവും പൂർത്തീകരിക്കുവാൻ ഇവർക്ക് കഴിയും. പല വിധത്തിലുള്ള സൗഭാഗ്യ സിദ്ധി ഇവർക്ക് വന്നു ചേരും. യുവാക്കളെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു തൊഴിൽ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട രീതിയിൽ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നതിനും മത്സര പരീക്ഷകളിൽ വിജയിക്കുന്നതിനും സാധിക്കും. വിവാഹ ആലോചനകളൊക്കെ നടക്കുന്ന യുവതി യുവാക്കൾക്ക് അനുകൂലമായ തീരുമാനങ്ങളിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ്. ശത്രുക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇവർക്ക് ഇല്ലാതാകും. എല്ലാവരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് മകരക്കൂറാണ്. ഉത്രാടത്തിന്റെ അവസാന 3 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ 2 പാദങ്ങളുമാണ് ഈ കൂറിൽ ഉൾപ്പെടുന്നത്. 2ാം ഭാവത്തിലാണ് ബുധൻ സ്ഥിതി ചെയ്യുന്നത്. ബന്ധുജനങ്ങളുമായി നിലനിന്നിരുന്ന ചെറിയ ചെറിയ കലഹങ്ങളൊക്കെ ഇല്ലാതാക്കുവാൻ ഇവർക്ക് സാധിക്കും. ദുർവാക്കുകൾ നിമിത്തം വന്നുചേർന്ന സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ പരിഹരിക്കുവാൻ ഇവർക്ക് അവസരമുണ്ടാകും. ദൂരസഞ്ചാരം മൂലം അനുഭവിക്കേണ്ടി വന്നിരുന്ന ദുരിതങ്ങളൊക്കെ ഇല്ലാതാകും. മനോഹരമായ സംസാരം മൂലം മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുവാനും സന്തോഷിപ്പിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ്. നഷ്ടപ്പെട്ട സൗഭാഗ്യങ്ങളൊക്കെ വീണ്ടെടുക്കുവാൻ ഈ കൂറുകാർക്ക് അവസരമുണ്ടാകും. സാമ്പത്തികമായി വലിയ നേട്ടം ഇവർക്ക് വന്നു ചേരും. കുടുംബ സ്വത്ത് അനുഭവിക്കാൻ ഇടയാകുന്നതാണ്. എല്ലാവിധ ഐശ്വര്യങ്ങളും കുടുംബത്തിൽ വന്നു ചേരും. സന്താനങ്ങളുടെ വിവാഹം, അതുപോലെ ഗൃഹപ്രവേശം ഇതൊക്കെ നടത്തുവാനുള്ള അവസരമുണ്ടാകും. വീടും വാഹനവും ഒക്കെ വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും. വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ ഇടയാകുന്നതാണ്. വരാൻ പോകുന്ന മത്സര പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നേടുവാൻ അവർക്ക് കഴിയും. യുവാക്കളെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു തൊഴിൽ നേടുവാൻ അവസരമുണ്ടാകും. എല്ലാം കൊണ്ടും മകരക്കൂറുകാരെ സംബന്ധിച്ച് ഐശ്വര്യത്തിന്റെ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. അടുത്തത് കർക്കിടകക്കൂറാണ്. പുണർദം അവസാന പാദവും പൂയവും ആയില്യവും ചേരുന്നതാണ് കർക്കിടകക്കൂറ്. കർക്കിടകക്കൂറുകാരുടെ 8ാം ഭാവത്തിലാണ് ബുധൻ സ്ഥിതി ചെയ്യുന്നത്. 8ാം ഭാവത്തിലെ ബുധന്റെ ചാരഫലം അനുസരിച്ച് ഇവർക്ക് എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ഏറ്റെടുക്കുന്ന എല്ലാ പ്രവൃത്തികളും പൂർണ്ണ വിജയത്തിൽ എത്തും. അതിൽ നിന്നൊക്കെ വലിയ നേട്ടങ്ങൾ കൈവരും. സന്താന സൗഖ്യം അനുഭവിക്കാൻ ഇടവരും. വളരെ കാലമായി സന്താനങ്ങൾ ഉണ്ടാകാതെ ബുദ്ധിമുട്ടുന്ന യുവതി യുവാക്കളെ സംബന്ധിച്ച് സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാവും. മറ്റുള്ളവരുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പരിഹരിക്കുവാൻ കഴിയുന്നതാണ്. ധനപരമായ നേട്ടം ഇവർക്ക് വന്നു ചേരും. മറ്റുള്ളവരുടെ സഹായം മൂലം ജീവിതത്തിൽ വലിയ അഭിവൃദ്ധി കൈവരും. പ്രവർത്തനത്തിൽ സാമർഥ്യം പ്രകടിപ്പിക്കാൻ ഇവരെ കൊണ്ട് കഴിയുന്നതാണ്. പ്രവർത്തന സാമർഥ്യം മൂലം മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചു പറ്റുവാൻ കഴിയുന്നതാണ്. വിശിഷ്ട വസ്ത്രങ്ങളൊക്കെ വാങ്ങുവാനും ഉപയോഗിക്കാനുള്ള അവസരം ഉണ്ടാകും. മനസ്സിന് എല്ലാം കൊണ്ടും സന്തോഷം അനുഭവപ്പെടും. ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ കൈവരിക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നതാണ്. ബുധന്റെ കുംഭം രാശിയിലെ സ്ഥിതി മൂലം കൂടുതൽ ഗുണഫലം കിട്ടുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ വീഡിയോയിൽ വിവരിച്ചത്.
മറ്റ് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യമായ ദോഷങ്ങൾ ഒന്നും തന്നെ അനുഭവപ്പെടുന്നതല്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക.